മേജർ രവി തൊഴിൽപരമായിട്ടൊരു സൈനികനാണ്, എന്നുവെച്ചാൽ പട്ടാളക്കാരൻ, യുദ്ധമുന്നണിയിലൊക്കെ ഉണ്ടായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം സിനിമയിൽ ചേർന്നു, സിനിമാക്കാരനായി, സംവിധായകനായി, നിർമ്മാതാവായി, നടനായി, ആ മേഖലയിൽ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു. അങ്ങനെ അദ്ദേഹം പലതുമാണ്. പക്ഷെ അദ്ദേഹം അടിസ്ഥാനപരമായിട്ടൊരു അധ്യാപകനാണ്. കാരണം നമുക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക, അവരെ കൂടെ ജീവിത പോരാട്ടത്തിന് പറ്റിയ സൈനികരാക്കി മാറ്റുക. അങ്ങനെ ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ഈ പട്ടാളത്തിലെ പണി കളഞ്ഞിട്ട് സിനിമയിൽ വന്ന കാലം, അതിനുശേഷമാണ് അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്, മേജർ രവീസ് ട്രെയിനിങ് അക്കാദമി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ സൈനിക വൃത്തി, സൈന്യത്തിൽ ചേരുക അല്ലെങ്കിൽ പട്ടാളത്തിൽ ചേരുക, അത് ജീവിതമാർഗമായി തിരഞ്ഞെടുക്കുന്നവർക്ക് അതിന് അവരെ സജ്ജരാക്കുക, അങ്ങനെ ആഗ്രഹിക്കുന്നവരെ ട്രെയിനിങ് കൊടുക്കുക. ഇപ്പോൾ NDA CDS പോലുള്ള പരീക്ഷകൾക്ക്, എൻട്രൻസ് എക്സാമിനേഷനുകൾക്ക് ആളുകളെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ആർമിയിലാണെങ്കിലും നേവിയിലാണെങ്കിലും എയർഫോഴ്സിലാണെങ്കിലും അവിടെ ജോലി കിട്ടത്തക്ക രീതിയിൽ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് പരിശീലനം നൽകുക. അതുകൊണ്ട് തീരുന്നില്ല, സംസ്ഥാന ലെവലിലുള്ള സർവീസുകളിലും അദ്ദേഹം പരിശീലനം കൊടുക്കാറുണ്ട് എന്നാണ് വായിച്ചിട്ടുള്ളത്. അതായത് പോലീസ്, വനം വകുപ്പ്, എക്സൈസ് മുതലായ മേഖലകളിൽ ജോലി കിട്ടാൻ. സൈന്യത്തോടൊപ്പം പാരാമിലിറ്ററിയും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. KSRTC ഡ്രൈവർമാർ, KSEBയിലെ ലൈൻമാൻമാർ, അവരെപ്പോലുള്ള ചില തൊഴിലാളികൾ, അവരൊഴികെ കാക്കിയിട്ട് ചെയ്യുന്ന എല്ലാ ജോലികൾക്കും അദ്ദേഹം ട്രെയിനിങ് കൊടുക്കും. അദ്ദേഹം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നടത്തുന്നുണ്ടോ, എത്ര പേര് ആ സ്ഥാപനം വഴി സൈന്യത്തിലോ അല്ലെങ്കിൽ പോലീസിലോ എക്സൈസിലോ ഒക്കെ എത്തിയെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇൻട്രസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചിരിക്കുക. സൈനിക രംഗത്തെ പരിശീലനത്തിനൊപ്പം രാഷ്ട്രീയം പഠിപ്പിക്കുന്ന ഒരു ജോലി കൂടി അദ്ദേഹം ഏറ്റെടുത്തിരിക്കുക. അതിനൊരു പ്രത്യേക കാരണമുണ്ടായി. ഇപ്പോൾ നമ്മുടെ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ ഒരു വലിയ സമരം നടന്നുകൊണ്ടിരിക്കുക. പരീക്ഷാ ക്രമക്കേടുകൾ മുൻനിർത്തിയുള്ളൊരു സമരമാണ്. നീറ്റ് പരീക്ഷ, CBSEയുടെ പരീക്ഷ, ചോദ്യക്കടലാസ് ചോരുന്നു, അങ്ങനെ പരീക്ഷകൾ കൊള്ളയടിക്കപ്പെടുന്നു, അർഹരായ ആളുകൾ പിന്തള്ളപ്പെടുന്നു, അനർഹരായ ആളുകൾ വളഞ്ഞ വഴികളിലൂടെ അകത്ത് കടക്കുന്നു. ഇത് വലിയ തോതിൽ നടക്കുകയാണ്. ഇതിനകം ഈ വക സംഭവവികാസങ്ങളെ തുടർന്ന് 20 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. കാരണം അവരുടെ മുമ്പിൽ അവരുടെ വഴി അടയുകയാണ്. അവർ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് വരുമ്പോൾ അനർഹരായ ആളുകൾ ചോർന്ന് കിട്ടിയ ചോദ്യക്കടലാസുകൾ ഉപയോഗിച്ച് വലിയ നേട്ടങ്ങൾ കൊയ്യുന്നു. ഇത് കണ്ട് മനസ്സുമടുത്ത് ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് 20 ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്തു. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അവരുടെ ഭാവി ജീവിതത്തിൻ്റെ ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് അവിടെ ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവിടേക്ക് ഒഴുകുകയാണ്. അതിനെ തടയാൻ ഗവൺമെൻറ് എല്ലാം ചെയ്യുന്നുണ്ട് പലതരത്തിൽ. കഴിഞ്ഞ ദിവസം അവിടെ നടന്ന നരനായാട്ട് നമ്മൾ കണ്ടതാണ്. വിദ്യാർത്ഥികളെ, അതിലൊരു പെൺകുട്ടി, സാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടി, നട്ടെല്ലിനടിയേറ്റ് തലച്ചോറിലേക്ക് രക്തവും ഓക്സിജനും ലഭിക്കാതെ മരണത്തോട് മല്ലടിക്കുക. ആ രീതിയിലാണ് അവിടെ ആ സമരം ചെയ്ത വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്തത്. കണ്ടു നിന്നാൽ സഹിക്കാൻ മേലാത്ത രീതിയിൽ ഒരു പോലീസ് ഓഫീസർ ഒരു ചെറുപ്പക്കാരുടെ കരണത്തടിക്കുന്ന ചിത്രം നമ്മളൊക്കെ കണ്ടതാ. അങ്ങനെ പലതരത്തിൽ മെട്രോ സ്റ്റേഷനിൽ അടച്ചിടുന്നു, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുന്നു, മറ്റ് തടസ്സങ്ങൾ സൃഷ്ടിക്കുക. ഈ രീതിയിൽ അതിനെ തകർക്കാൻ വേണ്ടി സർക്കാർ അവരുടെ കയ്യിലുള്ള എല്ലാ അധികാരങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടിട്ട് നമ്മുടെ പ്രിയ നടൻ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുകയോ ചെയ്തു. അത് കണ്ടപ്പോഴാണ് മേജർ രവിക്ക് കാര്യം മനസ്സിലായത്. വിസ്മയയ്ക്ക് യാതൊരു രാഷ്ട്രീയ ബോധവുമില്ല, രാഷ്ട്രീയ വിദ്യാഭ്യാസം തീരെ ശ്രദ്ധിച്ചിട്ടില്ല. അതുപോലെ ഈ സമരത്തെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും അവർക്ക് ആർക്കും രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. അപ്പോൾ വിസ്മയ അടക്കമുള്ള ആളുകളെ രാഷ്ട്രീയം പഠിപ്പിക്കുക. എന്താണ് രാഷ്ട്രീയം, അത് അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ ഒരു ദൗത്യമാണ് ഇപ്പോൾ നമ്മുടെ മേജർ ഏറ്റെടുത്തിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടല്ല വിസ്മയ ഇതുപോലൊരു പോസ്റ്റ് ഇട്ടതെന്നാണ് മേജർ രവിയുടെ കണ്ടുപിടുത്തം. അദ്ദേഹത്തിന് ആ കുട്ടിയെ വളരെ ചെറുപ്പം മുതലേ അറിയാം.
അങ്ങനെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ബോധം ആ കുട്ടിക്കില്ല, രാഷ്ട്രീയം എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ ഈ ജന്തർ മന്ദറിൽ കുറേ ചെറുപ്പക്കാർ സമരം ചെയ്യുന്നത് കണ്ടു. എന്തിനാണെന്നൊക്കെ വിസ്മയ മനസ്സിലാക്കിയോ എന്നൊന്നും നമ്മുടെ മേജർ പറയുന്നില്ല. പക്ഷെ അവിടെ കുറേ ചെറുപ്പക്കാർ സമരം ചെയ്യുന്നു. അത് കണ്ടപ്പോൾ വിസ്മയ്ക്കൊരു അരിവ് തോന്നി, അവർക്കൊരു മനുഷ്യത്വം തോന്നി. അങ്ങനെ ആ മനുഷ്യത്വത്തിൻ്റെ പുറത്താണ് ഈ സമരക്കാരെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടത് എന്നാണ് നമ്മുടെ മേജർ രവി കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ ബോധം ഒട്ടുമില്ല ആ കുട്ടിക്ക്, പക്ഷെ ഒരു മനുഷ്യത്വം അതുണ്ട്. മേജർ, അവിടെയാണ് താങ്കൾക്ക് തെറ്റുപറ്റിയത്. ഈ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതുള്ളവർക്കേ നല്ല രാഷ്ട്രീയക്കാരനാവാൻ പറ്റൂ, രാഷ്ട്രീയക്കാരിയാവാൻ പറ്റൂ. അവരൊക്കെ നല്ല രാഷ്ട്രീയ ബോധം ഉണ്ടാവൂ. സഹജീവികളോട് കരുണ, സ്നേഹം, അവരുടെ ബുദ്ധിമുട്ടുകളിലെ സങ്കടങ്ങളിൽ, അവരുടെ നിരാശകളിലെ കരച്ചിലിൽ അവരോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു മനസ്സ്, അതാണ് ഈ മനസാക്ഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്നത്. മനുഷ്യത്വമുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നും. കഷ്ടപ്പെടുന്ന സഹജീവികളോട് ചേർന്ന് നിൽക്കാൻ, അവരെ പിന്തുണയ്ക്കാൻ, അവരോടൊപ്പമായിരിക്കാൻ, അവർക്ക് സഹായം നൽകാൻ അങ്ങനെയുള്ളവർക്ക് തോന്നും. അതാണ് രാഷ്ട്രീയ ബോധം. അത് വിസ്മയക്കുണ്ട്. അതാണ് മേജർ തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? നല്ല ഒന്നാം തരം രാഷ്ട്രീയക്കാരിയാണ് വിസ്മയ എന്നുള്ളതാണ്. ഒരുപക്ഷേ ആദ്യമായിട്ടായിരിക്കാം ഇതുപോലൊരു പൊതുവിഷയത്തിന്മേൽ ആ പെൺകുട്ടി ഒരു പോസ്റ്റ് ഇടുന്നത്. പക്ഷേ ഇത് വളരെ നിർണായകമായ ഒരു സംഭവവികാസം രാജ്യത്ത് നടക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ തയ്യാറായി. മനുഷ്യത്വത്തിൻ്റെ പുറത്ത് അത് സമ്മതിക്കുന്നു, മേജർ പറഞ്ഞത് സമ്മതിക്കുക. മനുഷ്യത്വത്തിൻ്റെ പുറത്ത് അതിനോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നു. അതിൻ്റെ അർത്ഥം മനുഷ്യപ്പറ്റുള്ള ഒരു പെൺകുട്ടിയാണ് വിസ്മയ എന്നാണ്, നല്ല രാഷ്ട്രീയ ബോധമുള്ള ആളാണ് എന്നുമാണ്. അതോടൊപ്പം മേജർ രവി ഒരു കാര്യം കൂടെ പറഞ്ഞു. ജന്തർ മന്ദറിൽ മാത്രമേ സമരം ചെയ്യാനുള്ള അനുവാദമുള്ളൂ, വേറെ എവിടെയും സമരം ചെയ്യാൻ പാടില്ല. പാർലമെൻറ്റിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മുൻപിലോ ഇവിടെയൊന്നും സമരം ചെയ്യാൻ പാടില്ല. അവിടെയൊക്കെ സമരം ചെയ്യാൻ ചെന്നാൽ നല്ലത് വാങ്ങിച്ചു കിട്ടും. അതാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ സമരം, പ്രക്ഷോഭം, പ്രതിഷേധം എന്നൊക്കെ പറയുന്നത് സർക്കാർ വരച്ചു കൊടുക്കുന്ന സ്ഥലത്ത് മാത്രം ചെയ്യുന്ന ഒരു കളിയാണോ? 105 മീറ്റർ നീളവും 68 മീറ്റർ വീതിയുമുള്ള ഒരു ഗ്രൗണ്ടിൽ നടത്തുന്ന ഫുട്ബോൾ മാച്ചാണോ ഈ പ്രക്ഷോഭം എന്ന് പറയുന്നത്, പ്രതിഷേധം എന്ന് പറയുന്നത്? ഇത് പോരാട്ടമാണ് മിസ്റ്റർ. ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ജീവിക്കണോ മരിക്കണോ എന്നറിയാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. അതൊന്നും സർക്കാർ വരച്ചിടുന്ന അതിർത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ടല്ല നടത്തേണ്ടത്. ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ശത്രു സൈന്യം പറയുന്നിടത്താണോ നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നത്? ആണോ? അങ്ങനെയാണോ അതിൻ്റെ രീതി? അങ്ങനെയാണോ യുദ്ധമര്യാദ? ഇത് പറഞ്ഞല്ലോ, പോരാട്ടമാണെന്ന് പറഞ്ഞല്ലോ, ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം. നമുക്കൊരാളുടെ ഷൂ നക്കി കൊടുക്കാൻ ഒരല്പം സ്ഥലം മതി, ഒരാൾക്ക് കമിഴ്ന്ന് കിടക്കാനുള്ള സ്ഥലം മതി. അതുപോലെ തന്നെ ദയാഹർജി എഴുതാൻ ഒരു മേശയും കസേരയും 2 ഷീറ്റ് കടലാസും ഒരു പേനയും മതി. അതുപോലെ തന്നെ ഈ പോരാട്ടം ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. അതിനങ്ങനെ അതിർവരമ്പുകളൊന്നുമില്ല. പാർലമെൻറ്റിൻ്റെ മുമ്പിലെങ്കിൽ അവിടെ, പ്രധാനമന്ത്രിയുടെ വസതിയെങ്കിൽ അവിടെ. ഇതൊന്നും ആരുടെയും സ്വകാര്യ സ്വത്തല്ല, തറവാട്ട് സ്വത്തല്ല. പ്രധാനമന്ത്രിയുടെ വസതി ഈ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരുടെയും കൂടെ അധ്വാന ഫലമായിട്ടുണ്ടാവുന്നതാണ്. പാർലമെൻറ്റ് മന്ദിരമൊക്കെ അങ്ങനെയാണ്. അതൊന്നും അങ്ങനെ വിശുദ്ധ ശ്രീകോവിലുകളൊന്നുമല്ല തൊട്ട് അശുദ്ധമാക്കാതിരിക്കാൻ. അതൊക്കെ ജനങ്ങളുടെ സ്വത്താണ്. അവിടെ സമരം നടക്കും, അവിടെ പോരാട്ടം നടക്കും. ബിർള മന്ദിറിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ മാർച്ച് നടത്തും. അവിടെ മഹാത്മാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് തടയാൻ പറ്റുമോ? നിങ്ങൾ തടയാൻ ശ്രമിച്ചല്ലോ, എന്നിട്ട് എന്തുണ്ടായി? അതൊക്കെ പഴയ കഥയാണ്. വരച്ചു വയ്ക്കുന്ന സ്ഥലത്ത് മാത്രം സമരം നടത്തിയാൽ മതി എന്നുള്ളത്. ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ പോരാടാൻ ഇറങ്ങുന്നവർ ഈ അതിർത്തികളൊന്നും ശ്രദ്ധിക്കില്ല, അതൊന്നും കണക്കിലെടുക്കില്ല. അതാണ് ഈ പോരാട്ടത്തിൻ്റെ രീതിശാസ്ത്രം. ബ്രിട്ടീഷുകാർ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് മാത്രമാണ് സ്വാതന്ത്ര്യ സമരം നടന്നിരുന്നതെങ്കിൽ ഇന്ത്യ ഇപ്പോഴും സ്വതന്ത്രമാകുമായിരുന്നില്ല. ഏതായാലും രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇനി മേജർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി വിസ്മയയെ അതൊന്നും പഠിപ്പിക്കുകയൊന്നും വേണ്ട കാര്യമില്ല. അവർക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട് എന്നുള്ളത് ആ ഒരൊറ്റ പോസ്റ്റിൽ നിന്ന് വ്യക്തമായിരിക്കുക. പക്ഷേ രാഷ്ട്രീയ വിദ്യാഭ്യാസം ആവശ്യമായ ചിലരുണ്ട്. അതിലൊരാളുടെ പേര് പറയാം. പറ്റുമെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് നന്നാക്ക്, രാഷ്ട്രീയം പഠിപ്പിച്ചൊന്ന് ശരിപ്പെടുത്തിയെടുക്ക്. പഴയ രാഷ്ട്രീയ നേതാവാണ്,
പക്ഷേ രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ വിദ്യാഭ്യാസവും കമ്മിയാണ്. നേരത്തെ മനുഷ്യ വിഭവശേഷി വകുപ്പ് മന്ത്രിയായിരുന്നു, BJPയുടെ നേതാവാണ്. മുരളി മനോഹർ ജോഷി എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് രാഷ്ട്രീയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമില്ലെന്ന് മോഡിയും കൂട്ടരും മനസ്സിലാക്കി. അപ്പോഴെന്ത് ചെയ്തു? മാർഗനിർദ്ദേശക് മണ്ഡലിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി. മനസ്സിലായില്ലേ? അദ്ദേഹം ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ന്യൂഡൽഹിയിൽ സമരം നടത്തിയ ചെറുപ്പക്കാരോട് യാതൊരു ദയയുമില്ലാതാണ് പോലീസ് പെരുമാറിയതെന്നാണ്. അദ്ദേഹം സമരക്കാരെ പിന്തുണയ്ക്കുകയാണ്. നിലവിലെ പരീക്ഷാ സംവിധാനങ്ങളിൽ വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളും ആകുലതകളും ശരിയാണ്. അങ്ങനെ മുരളി മനോഹർ ജോഷി മനുഷ്യ വിഭവശേഷി വകുപ്പ്, പഴയ വിദ്യാഭ്യാസ വകുപ്പാണ്, അതിൻ്റെ ചുമതലയുണ്ടായിരുന്ന മുൻ മന്ത്രി പറഞ്ഞിരിക്കുകയാണ്, BJPയുടെ സമുന്നത നേതാവ്, നിങ്ങൾ ഈ കുട്ടികളോട് ചെയ്തത് തെറ്റാണ്. രാഷ്ട്രീയ ബോധമില്ലായ്മയല്ലേ? രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കുറവല്ലേ? അദ്ദേഹത്തെ ഒന്ന് ശരിപ്പെടുത്തിയെടുക്കണ്ടേ? പറ്റുമെങ്കിൽ അദ്ദേഹത്തെ ആദ്യ വിദ്യാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കണം ഈ രാഷ്ട്രീയം പഠിപ്പിക്കുന്ന കോഴ്സിൽ. ഈ വിദ്യാഭ്യാസം വേണ്ട ധാരാളം പേരുണ്ട് കേട്ടോ. മമ്മൂട്ടി, മഞ്ജു വാര്യർ, കരീന കപൂർ, ദുൽഖർ സൽമാൻ, ആസിഫ് അലി, അങ്ങനെ ധാരാളം പേര്. അതുപോലെ തന്നെ ചലച്ചിത്ര നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ അഹാന. ആ കുട്ടിക്ക് ഒരു ക്രാഷ് പ്രോഗ്രാം തന്നെ കൊടുക്കണം. കൃഷ്ണകുമാർ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭയിലേക്ക് മത്സരിച്ച ആളാണ്. ഇപ്പോൾ കേന്ദ്ര ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പാർട്ട് ടൈം ചെയർമാനാണ്. ആ ചെയർമാൻ്റെ മകൾ പറഞ്ഞിരിക്കുന്നു, പരീക്ഷാ രംഗത്തെ വീഴ്ചകൾക്ക് ഉത്തരവാദികളായവരെ വെറുതെ വിടരുതെന്ന്. അവർ വിചാരണ ചെയ്യപ്പെടണം, ശിക്ഷിക്കപ്പെടണം. ആ കുട്ടി പറഞ്ഞിരിക്കുക. രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്? നല്ല രാഷ്ട്രീയ ബോധം ഇല്ലാത്തത് കൊണ്ടല്ലേ? അതാ പറഞ്ഞത്, ഒരു ക്രാഷ് പ്രോഗ്രാം തന്നെ ആ കുട്ടിക്ക് വേണ്ടി പറ്റുമെങ്കിൽ മേജർ ചെയ്യണം. പറ്റുമെങ്കിൽ ഹിന്ദി നടൻ സൽമാൻ ഖാനെ കൂടെ ചേർക്കാം കേട്ടോ. അദ്ദേഹം ഫുൾ ടൈം വന്ന് ക്ലാസ് എടുക്കാനൊന്നും പറ്റത്തില്ലായിരിക്കും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഗസ്റ്റ് ലെക്ചറായിട്ട് സഹായിക്കാൻ പറ്റും. അദ്ദേഹം കഴിഞ്ഞ ദിവസം വരെ ഈ സമരത്തെ പിന്തുണച്ച ആളാണ്. ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സമരക്കാരൊക്കെ സമരം നിർത്തി പോകണമെന്ന്, വീട്ടിൽ പൊക്കോളാൻ, ഗോ ബാക്ക് ടു യുവർ ഹോംസ്. സൽമാൻ ഖാൻ പറഞ്ഞിരിക്കുക. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്. അതിവ് കോടതികൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടുകൊണ്ട് പൊയ്ക്കോണം വിദ്യാർത്ഥികൾ. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്ക് വേണ്ടിയൊന്നും മറുപടി കൂട്ടണ്ട, പൊയ്ക്കോണം. ആരാ പറയുന്നത്? സൽമാൻ ഖാൻ. ആരാണ് ഈ സൽമാൻ ഖാൻ? അയാൾ ഈ കുട്ടികൾ അനുഭവിച്ചതുപോലെയുള്ള വേദനകളും നൊമ്പരങ്ങൾ, നിരാശകൾ അനുഭവിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? 2900 കോടി രൂപയുടെ നെറ്റ്വർത്ത് ഉള്ള ആളാണ് ഈ പരീക്ഷാ ക്രമക്കേടുകൾ കൊണ്ട് ജീവിതത്തിൽ താളപ്പിഴകളുണ്ടായ കുട്ടികളെ ഉപദേശിക്കുന്നത്. 2900 കോടി രൂപയുടെ നെറ്റ്വർത്ത്. ഒരു സിനിമയ്ക്ക് 100 മുതൽ 150 കോടി രൂപ വരെ പ്രതിഫലം വാങ്ങുന്ന വ്യക്തി. അതുകൂടാതെ ബ്രാൻഡിങ്, പരസ്യങ്ങൾ, അതുപോലെ എത്രയെത്ര വരുമാന മാർഗങ്ങൾ. 2015-ലും 2018-ലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന 10 ചലച്ചിത്ര നടന്മാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. അദ്ദേഹം ഇപ്പോൾ പറയുകയാണ്, നിങ്ങൾ പൊക്കോളാൻ, എഴുന്നേറ്റ് പൊക്കോ, മൂട്ടിലെ പൊടിയും തട്ടി പൊയ്ക്കോ, നമ്മുടെ മോഡി സാർ നോക്കിക്കോളൂ ഇതല്ല ഒന്ന്. ആരാണ് ഇയാൾ? പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയ ബോധമുണ്ടായത് അത്ഭുതകരമായ പരിണാമമാണ്. പറ്റുമെങ്കിൽ ഇദ്ദേഹത്തെ ഈ പ്രപ്പോസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരു ഗസ്റ്റ് ലെക്ചറായിട്ടെങ്കിലും പരിഗണിക്കേണ്ടതാണ്. പ്രശ്നം പരിഹരിക്കാനല്ല ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഈ കുട്ടികളോട് അവർക്കൊരു ദയയുമില്ല. അവരെ തോൽപ്പിക്കാനാണ് നീക്കം. മെട്രോ സ്റ്റേഷൻ അടച്ചിട്ടിട്ടോ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ അവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചിട്ടോ, വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ഈ സമരക്കാരെക്കുറിച്ച് ഈ സംഘികൾ പറഞ്ഞിറക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഈ സമരം തോൽക്കുമെന്ന് തോന്നുന്നില്ല. ഒരു സംഘം ആളുകൾ ജീവിക്കാൻ വേണ്ടിയുള്ള ആശ കൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. നിരാഹാരവ്രതം അനുഷ്ഠിച്ച സോനം വാങ്ചുക്കിനെ പോലും വിലക്കെടുക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുക. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായ സാഹചര്യത്തിൽ സമരം നിർത്താമെന്ന അദ്ദേഹത്തിൻ്റെ ഉപദേശം. ഇവരെന്തിനു വേണ്ടിയാണ് സമരം നടത്തുന്നത്? പരീക്ഷാ ക്രമക്കേടുകൾ, 20 പേരുടെ ആത്മഹത്യയ്ക്ക് കാരണമായ പരീക്ഷാ ക്രമക്കേടുകൾ, കഴിഞ്ഞ ദിവസം സമരക്കാർക്കെതിരെ നടന്ന അതിനീചമായ നരനായാട്ട്, അതിൻ്റെയൊക്കെ ഉത്തരവാദിയായ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, അതിനുവേണ്ടിയാണ് ഈ സമരം നടക്കുന്നത്. അപ്പോൾ ചർച്ച നടത്താമെന്ന്, പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാമെന്ന്. ഇതെന്താ ആരുടെയെങ്കിലും ഔദാര്യമാണോ?
ഇതുപോലുള്ള വിഷയങ്ങൾ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ചർച്ച ചെയ്യുക? അത് പ്രശ്നപരിഹാരത്തിനോടൊരു വഴിയായിട്ട് എങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ സർക്കാരിന് സാധിക്കും? ആരും ആവശ്യപ്പെടാതെ തന്നെ നടക്കേണ്ട ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. നടത്താമെന്ന് പറയുന്നതല്ലാതെ അതിനെ ഇതുവരെ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഈ സമരത്തെ അങ്ങനെ പെട്ടെന്ന് പരാജയപ്പെടുത്താമെന്ന് ആരും കരുതരുത്. വോട്ട് ചോരി വഴി അല്ലെങ്കിൽ നിയമവിരുദ്ധമായ കൂറുമാറ്റങ്ങളിലൂടെ ഭൂരിപക്ഷം സൃഷ്ടിച്ച് ഭീഷണിപ്പെടുത്തി പ്രലോഭിപ്പിച്ച് ജുഡീഷ്യറിയെ വരുതിയിൽ കൊണ്ടുവന്ന് ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും നിരക്കാത്ത ഭരണ സംവിധാനവുമായി മുന്നോട്ട് പോകാമെന്നാണ് മോദിയും അമിത്ഷയും കൂട്ടരും ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കർഷകരുടെ സംഘടിത ശക്തിയുടെ മുമ്പിൽ മുട്ടുകുത്തിയതുപോലെ ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ മുമ്പിൽ കീഴടങ്ങും എന്ന കാര്യത്തിൽ സംശയം വേണ്ട.